ശ്രീ വിജയ് ഇന്ദുചൂടൻ, അവസാനമായി കേട്ടുമല്ല നമ്മൾ ഈ ദുരന്തത്തിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത്, അത് അതിലൊരു നൈതിക പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷേ ഒരു MLA അവിടുത്തെ ജനങ്ങളെ അഡ്രസ് ചെയ്താണ് സംസാരിക്കുന്നത്. അത് രജിസ്റ്റർ ചെയ്യപ്പെടുക തന്നെ വേണ്ടതല്ലേ? അഡ്രസ് ചെയ്ത് സംസാരിക്കുന്ന, വളരെ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുന്ന MLA ആണെന്നാണ് തന്നെയാണ് എന്റെ വിശ്വാസം. കാരണം അതുകൊണ്ടാണ് രണ്ടാമതും ജനങ്ങൾ തെരഞ്ഞെടുത്തത്. പക്ഷേ ശ്രീ ജനീഷ് പറയുന്ന ചില ആരോപണങ്ങൾ വളരെ ബാലിശമായി, നമ്മൾ എത്രയോ ഗുരുതരമായിട്ടുള്ള ആരോപണം, ഒരു ജില്ലയുടെ ചുമതലയുള്ള ഒരു മന്ത്രി റൂം എടുത്ത് ഉറങ്ങുകയാണ്, അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഇനി അത് മാത്രമല്ല, നിങ്ങൾ ചോദിച്ച വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, കോന്നിയിൽ മുഖ്യമന്ത്രി വരാത്തത് കൊണ്ട് അവിടെ കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നില്ലേ? അവിടെ ഒരു MLA ഉണ്ടായിട്ടും ഈ കാര്യങ്ങൾ കൃത്യമായി, ബാക്കിയുള്ള 3 സ്ഥലങ്ങളെ കാര്യങ്ങൾ, തിരുവല്ലയാണെങ്കിലും റാന്നിയാണെങ്കിലും ആറന്മുളയാണെങ്കിലും അവിടെയൊക്കെ MLA മാരുണ്ടല്ലോ, കോൺഗ്രസിന്റെ പ്രതിനിധികളാണ്, അവരൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രി വന്നതുകൊണ്ട് മാത്രമാണോ ഈ പറയുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരു ദുരന്തം നടന്നപ്പോൾ കാര്യങ്ങൾ കറക്റ്റായി നടക്കാത്തത്? അല്ലെങ്കിൽ KU ജനീഷ് കുമാർ അതിന് കേപ്പബിൾ അല്ല എന്ന് തന്നെയാണോ അദ്ദേഹം തന്നെ സ്ഥാപിക്കുന്നത്? അല്ലല്ലോ. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ജനീഷ് കുമാർ അത് പറയണം. ഇനി അതല്ല, ഈ പറയുന്നത് പോലെ മൂഴിയാർ ഡാമിന്റെ കാര്യം പറഞ്ഞു, കാര്യങ്ങൾ ഈ പിന്നെയും ആവർത്തിക്കരുതെന്ന് പറഞ്ഞു. 2018-ലും 2019-ലും ഉണ്ടായ പ്രളയം പിന്നീട് ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു. ആവർത്തിക്കരുത് സാർ, അത് ആവർത്തിക്കരുത്. എന്തുകൊണ്ടാണ് അത് വീണ്ടും ആവർത്തിച്ചത്? നിങ്ങളൊരു പഠന റിപ്പോർട്ടെങ്കിലും അതിന്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? 2018-ലെ വലിയ മഹാപ്രളയത്തിന് ശേഷം പഠിക്കുവാനായി റൂം ഫോർ റിവർ എന്ന് പറയുന്ന ഒരു സംവിധാനം നിങ്ങൾ ഉണ്ടാക്കിയല്ലോ. എന്തെങ്കിലും ഒരു റിപ്പോർട്ട്, അടിസ്ഥാനപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു റിപ്പോർട്ട് നിങ്ങളുടെ കൈവശമുണ്ടോ? ന്യൂസിലൻഡിൽ നിന്നും ബാക്കിയുള്ള ഏരിയയിൽ നിന്നുമൊക്കെ പഠന റിപ്പോർട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു തരത്തിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്കുമായി ബന്ധപ്പെട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതിന്റെ എന്തെങ്കിലും പഠനം നടന്നിട്ടുണ്ടോ? ഇനിയും ഒരു പ്രളയം ഉണ്ടായാൽ കേരളം എങ്ങനെ അഭിമുഖീകരിക്കണം, എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് ഇവിടുത്തെ ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ഉള്ള ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ 2 മാസം പ്രായമുള്ള ഒരു സർക്കാരാണിത്. 2 മാസം മാത്രം പ്രായമുള്ള ഒരു സർക്കാർ. ആ മുഖ്യമന്ത്രി ജനങ്ങളുമായി കറക്റ്റായിട്ട് ഇടപെടുന്നു, ഈ പറയുന്ന പ്രളയബാധിത പ്രദേശങ്ങളിൽ പോകുന്നു, മുഖ്യമന്ത്രി ഡയറക്റ്റായിട്ട് ഇവിടുത്തെ ജനപ്രതിനിധികളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും, ഞങ്ങൾ പറയുന്നില്ല 100% പെർഫെക്റ്റായി ഈ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല. കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്, വീഴ്ചകൾ സംഭവിക്കാം. പക്ഷെ ആ വീഴ്ചകൾ നിന്നുകൊണ്ട്, ഈ ദുരന്തമുഖത്ത് നിന്നുകൊണ്ട് ഇത് എങ്ങനെ ഈ കേരളത്തെ ചേർത്ത് പിടിക്കാമെന്നുള്ളതാണ് ഞങ്ങൾ ഓരോരുത്തരും നോക്കുന്നത്. അപ്പോൾ ബാലിശമായിട്ടുള്ള രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഇങ്ങനെയുള്ള അബിൻ വർക്കി പിന്നെ ദൂരേക്ക് ചൂണ്ടിക്കാണിച്ച് എന്തോ ഒന്ന് പറയുന്നു. എന്തോ ഒന്നല്ല സാർ പറഞ്ഞത്, എന്തോ ഒന്നല്ല. അവിടുത്തെ മുഴുവൻ ആളുകളെയും, ആ തുരുത്തിലെ മുഴുവൻ ആളുകളെയും ഞങ്ങളും ഇവിടുത്തെ ആളുകളും കൂടെ റെസ്ക്യൂ ചെയ്ത് ഇപ്പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി അവിടെ ആരുമില്ല CM, ഇനി നമുക്ക് പോകേണ്ടത് ക്യാമ്പിലേക്കാണ് എന്നാണ് അവിടുത്തെ ജനപ്രതിനിധികൾ പറയുന്നത്. എന്തോ ഒന്നല്ല പറയുന്നത്. ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. അവിടെ ജനപ്രതിനിധികൾ പറയുന്നത് ഇവിടുത്തെ എല്ലാ ആളുകളെയും ഞാൻ ഒറ്റക്കെട്ടായി, അവിടെ രാഷ്ട്രീയമില്ല, അവിടെ പല ആളുകളുണ്ട്. CPM-ന്റെ ആളുകൾ ഉണ്ടായിരുന്നു, അവിടെ ഈ പറയുന്ന കോൺഗ്രസിന്റെ ആളുകൾ ഉണ്ടായിരുന്നു, അവിടെ യുവമോർച്ചയുടെ ആളുകൾ, BJP-യുടെ ആളുകൾ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി ഈ പറയുന്ന ആറന്മുള ഐക്യര ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിലാണ് സംഭവിച്ചിട്ടുള്ളത്. എന്തോ ഒന്ന് ചൂണ്ടിക്കാണിച്ചല്ല പറയുന്നത്, എന്തോ അല്ല പറയുന്നത്, കൃത്യമായി തന്നെ പറയുന്നു. അവിടുത്തെ എല്ലാ ആളുകളെയും, മൃഗങ്ങളെയും ഞങ്ങൾ ഇപ്പുറത്ത് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് പോകേണ്ടത് അടുത്ത ക്യാമ്പിലേക്കാണ്. ആ ക്യാമ്പിലാണ് ആളുകളുള്ളത്. അവിടെ ചെന്ന് വളരെ വ്യക്തമായി തന്നെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, എന്താണ് അവരുടെ ആവശ്യമെന്ന് ചോദിച്ചറിയുന്നു. അതൊക്കെ മുഖ്യമന്ത്രി ചെയ്ത ഏറ്റവും വലിയ കാര്യങ്ങളെ നിങ്ങൾ പ്രശംസിക്കേണ്ട, നിങ്ങൾ അതിനെ ഒന്നും, നിങ്ങളെ അഡ്രസ് ചെയ്യേണ്ട. പക്ഷേ